ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റമദാൻ സീരീസിലെ 13ാമത്തെ ഐറ്റം ബീഫ് കട്ട്ലേറ്റ് ആണ്. ഇത് ഞാൻ നോമ്പ് 10-ന് എടുത്തതാണ് കേട്ടോ. ഞാൻ അബുദാബി ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ നോമ്പ് തുറക്കാൻ പോകുന്ന ടൈമിന് കൊണ്ടുപോയതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൽ മുന്നേ കുഞ്ഞിപ്പത്തിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ ടൈപ്പ് ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഉള്ളി ഞാൻ എടുക്കുന്നുണ്ട്. ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാലാണ് കട്ട്ലേറ്റ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. അടുത്തതായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് എപ്പോൾ ഞാൻ എടുക്കല്. അത് മസാലക്കായാലും പിന്നെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു 1.5 എടുക്കും. ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കട്ട്ലേറ്റിന് ലാസ്റ്റ് വേവിച്ചിട്ട് ഉടച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിച്ചാലും മതി. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളകിന്റെ പൊടിയാണ്. അതും 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന അതേ അളവിൽ മതി. കാരണം ഇതിൽ വെള്ളത്തിന്റെ അളവ് ബീഫിൽ ഉണ്ടാവും. അതുകൊണ്ട് കുറേയൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. അതുകൊണ്ട് വിസിലിൻ്റെ അളവ് ഞാൻ നോക്കുന്നില്ല. ഇനി വേറൊരു കുക്കർ എടുത്തിട്ട് ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച 4 ഉരുളക്കിഴങ്ങും ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതായോണ്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇത്ര മതി. ഇത് കറക്റ്റ് ആണ്. ഇനി ഇതും അടച്ച് വെച്ചിട്ട് ഇതും വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിലാണ്. ഉരുളക്കിഴങ്ങിന്റെ കാര്യം പറയാൻ പറ്റൂല. ഉരുളക്കിഴങ്ങ് ചിലത് വേവ് കൂടുതലുണ്ടാവും, ചിലത് വേഗം വെന്ത് കിട്ടും. അപ്പം നമുക്ക് നോക്കാം. ചിലത് എത്ര വിസിലടിച്ചാലും അത് ഒരു കഷ്ണമായിട്ട് കിടക്കും കേട്ടോ. അപ്പം ഞാനിത് ഗ്യാസുമേൽ വെക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഉള്ളീൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി ഞാൻ ചോപ്പറിലല്ല, എല്ലപ്പോൾ ഞാൻ മസാലക്ക് ചോപ്പറിലാണ് എടുക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ കത്തി കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ചോപ്പറിൽ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. ചോപ്പറിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു നനവ് ഉണ്ടാവും. കത്തി കൊണ്ട് ആക്കുമ്പം കുറച്ച് കട്ടിയിലാണ് കിട്ടുക. അത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണ്. കട്ട്ലേറ്റ് ആക്കുന്ന ടൈമിന് ഉള്ളിയും അതുപോലെ ഉരുളക്കിഴങ്ങും ബീഫും എല്ലാം ഇടുന്ന ടൈമിന് ലൂസായി പോവും. അതുകൊണ്ട് കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചോപ്പറിലാകുമ്പം കുറച്ചും കൂടി ഒരു നനവ് ഉണ്ടാവും. ഇനി നമ്മളെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവാണ്. ഇനി ഇത് വെക്കണമെന്നില്ല. അടുത്തത് നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടോ നോക്കാം. ബീഫ് ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റിയാനുണ്ട്. ബീഫ് നല്ല മൂത്ത ബീഫാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് വേവേനുണ്ട്. അപ്പം ഇതിലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു 2-3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയാണ്. ചെറുതായിട്ട് പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളിതിൽ മുന്നേ ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നോർമലായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പണ്ടെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വേറെ ചീസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ രാവിലെയാണ് കേട്ടോ തുടങ്ങിയത്. ഇനി 2 മണിക്ക് അങ്ങനെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നേരത്തെ വീണ്ടും വേവിക്കാൻ വെച്ച ബീഫ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെയല്ല ബീഫ് മസാലയിൽ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ്. ഇത് പൊടിയായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലൊന്നും ഇല്ലാത്ത ബീഫാണ്. അത് ഞാൻ പ്രത്യേകം എടുത്തു വെച്ചിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മിനിറ്റ് മൂടി വെച്ച ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അധികം വെന്തടിയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഒന്നും കൂടി വാട്ടി കൊടുത്തിട്ട് ഇനി മസാലപ്പൊടികളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ചിക്കനിലും ബീഫിലെല്ലാം വേവിക്കുന്ന സമയത്ത് നല്ലോണം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കും. എന്നാലാണ് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് ഉണ്ടാവുക. 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റുന്നുണ്ട്. ബീഫിൽ ഓൾറെഡി മുളകും മഞ്ഞളും പെപ്പറെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇതിൽ മസാല ഒന്ന് കുറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫ് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം. ചെറിയൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറച്ചും ഇട്ട് കൊടുക്കണമെന്നില്ല. 2 ട്രിപ്പായിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതുപോലെയാണ് നമുക്ക് ബീഫ് കിട്ടേണ്ടത്. നല്ലോണം പൊടിയായിട്ട് ക്രഷ്
ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഫ് ഉണ്ടല്ലോ ഇങ്ങനെ നോർമലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പണ്ടെല്ലാം വേവിച്ച ബീഫായാലും ചിക്കനായാലും ഒന്ന് നുള്ളി കഴിക്കും ഉമ്മയെല്ലാം ഉണ്ടാക്കുന്ന ടൈമിന്. ഈ ബീഫെല്ലാം ഞാൻ വാട്ടി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ എല്ലാം കൂടി ഒത്തിട്ട് ഒരു സ്പൈസി മസാലയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ കുറവുണ്ട്, അതായത് മല്ലിയിലേൻ്റെയും കറിവേപ്പിലേൻ്റെയും. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു മസാലയല്ല കംപ്ലീറ്റ് ആയത്. ഒരു കട്ട്ലേറ്റിന് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. പൊട്ടാറ്റോ ഇടുന്നത് ഒന്നെൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നല്ല ഉരുളക്കിഴങ്ങാണ്, നല്ലോണം ഉടക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഉടച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ആദ്യം തന്നെ ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ ഒരു മസാല ഒന്ന് ടൈറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ മസാല ലൂസാണെങ്കിൽ ബ്രെഡ് പൊടിച്ചത് ഒന്ന് മേലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താലും മതി. മസാല സെറ്റായി. അടുത്ത പരിപാടി മുട്ട ബാറ്റർ റെഡിയാക്കലാണ്. ഒരു 3 മുട്ട ഞാൻ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട്ലേറ്റ് മുക്കിയിട്ട് ബ്രെഡിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നമ്മൾ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി കട്ട്ലേറ്റ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ എടുത്തിട്ട് കൈമലാക്കുന്നുണ്ട്, പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മസാല എടുക്കുന്ന ടൈമിന്. അപ്പം മസാല എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് റൗണ്ട് ആക്കിയിട്ട് കൈമലാക്കി ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ ചെയ്താൽ മതി. കറക്റ്റ് മസാലയാണെങ്കിൽ കട്ട്ലേറ്റ് വേഗമായി കിട്ടും. ലൂസാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കട്ട്ലേറ്റ് കണ്ട ഇതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഉരുട്ടിയിട്ടാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു മസാല കറക്റ്റാണ്. ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ലൂസായതുകൊണ്ട് ഞാൻ ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. ഈ ഒരു മസാല കൊണ്ട് ഒരു 45 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 33 കട്ട്ലേറ്റ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഞാനത് ഫ്രീസറിലാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ട്ലേറ്റ് റൗണ്ടായിട്ട് കിട്ടാത്ത ആൾക്കാർക്കും ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് ഞാൻ ഒരു 2 കൊല്ലം മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്തെല്ലാം ഞാൻ എടുക്കൽ. മസാല ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ട് ഷേപ്സ് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. കറക്റ്റ് നമുക്ക് ഹേർട്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഷേപ്സും ആക്കിയെടുക്കാം. ഇതിൽ മുന്നേ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയത് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ടാണ്. അങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് പണികൾ എളുപ്പമായി കിട്ടും. 180 രൂപയായിട്ടാണ് വന്നിട്ടുള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. ഒന്നും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടുമില്ല. പിന്നെ നമുക്ക് മക്കൾക്ക് കുട്ടി ബ്രെഡെല്ലാം ന്യൂട്ടലെല്ലാം വെച്ച് ഇതുപോലെ ഷേപ്സ് ആക്കിയിട്ട് സ്കൂളെല്ലാം കൊടുക്കാനും പറ്റും. ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡ് പൊടിയിലെല്ലാം മുക്കിയെടുക്കാം. ആദ്യം ഞാൻ മുട്ട ബാറ്ററിലാണ് മുക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് ബ്രെഡ് പൊടിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നത്. ഇടത്തെ കൈ കൊണ്ട് തന്നെ നമ്മൾ മുട്ടയും ബ്രെഡെല്ലാം ആക്കി എടുത്തു കഴിഞ്ഞാൽ കൈമേൽ പറ്റി പിടിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ബ്രെഡ് പൊടിയെല്ലാം കൊഴിഞ്ഞു പോവും. ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിലാക്കി കിട്ടും. ഇനി ഇതെല്ലാം സിമ്പിളാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് കുറച്ച് ടൈം ആകുന്നത്. നമുക്കെല്ലാം വേഗം ആക്കി കിട്ടും. മസാല ആയിക്കഴിഞ്ഞാൽ വേഗം പണി എളുപ്പമായി കിട്ടും. ഇനി ഇതെല്ലാം ഞാൻ നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. തീ വല്ലാണ്ട് കൂടി പോവണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. പൊരിക്കുന്നതിന് മുന്നെയാണ് ഞാൻ കട്ട്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് പിന്നെ ഫ്രീസറിൽ നമുക്ക് പാക്കറ്റിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. പറ്റിപ്പിടിക്കൊന്നും ചെയ്യൂല. കറക്റ്റ് നമുക്ക് ആക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ നമുക്ക് ഈസി ആയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സമയം ലാഭമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ നോമ്പിനെല്ലാം ഞാനെല്ലാം അങ്ങനെയാണ് ചെയ്യൽ. മാക്സിമം 1 ദിവസം 2 ദിവസം അതിലപ്പുറം വെക്കൂല കേട്ടാ. അങ്ങനെ നമ്മളെ കട്ട്ലേറ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഉച്ചയായി. ഇനി പോകാനുള്ള തിരക്കിലാണ്. ലാസ്റ്റ് ടൈമാണ്, തിരക്ക് പിടിച്ചിട്ടുള്ള സമയാവല്. അപ്പം ഈ കട്ട്ലേറ്റ് ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോമ്പായോണ്ട് കഴിക്കാൻ പറ്റൂല. ചെറിയ മോക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അബുദാബി പള്ളിയിലേക്ക് പോവുകയാണ്. ലേറ്റ് ആവുന്നതിന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ 4:45 എത്തിയിട്ടുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെ ഇരിക്കാനും പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ 10ാമത്തെ നോമ്പ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് തുറന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്ന് കണ്ടാൽ മതി കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ പ്രത്യേകിച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടെ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.